ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ടൈഡ് പെപ്ലം ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇപ്പോൾ ഇൻസ്റ്റയിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ടോപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ കോട്ടൻ്റെ 2 മീറ്റർ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ബോർഡറുള്ള ടൈപ്പ് ക്ലോത്താണ്. ഒരു സൈഡിൽ ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോർഡർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ യോക്കിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്കിൻ്റെ ലെങ്ത്തായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഫോൾഡ് ചെയ്തിടാം. നോർമലി നമ്മൾ യോക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് ഫോൾഡ് ചെയ്തിടുക. ഇപ്പം ഞാൻ അതിന് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമ്മൾ ഷോൾഡർ ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളായിട്ട് നമ്മൾ 6 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ടും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മെഷർമെൻറ്റിൽ നിങ്ങൾ മെഷർ ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ചെയ്യുന്നത്. യോക്ക് ലെങ്ത് ഇനി നമുക്ക് ആം ഹോള് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോളും നമ്മളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. 13 ഇഞ്ചാണ് നമ്മൾ യോക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത്. നെക്ക് വിഡ്ത്തായിട്ട് നമ്മൾ 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സൈസിന് വേണ്ട മെഷർമെൻ്റാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ മെഷർമെൻറ്റിൽ ചെയ്യുക. നമ്മൾ സൈഡും കൂടി മാർക്ക് ചെയ്തിട്ട് യോക്കിൻ്റെ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ചെറിയൊരു കർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യോക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഞാൻ മുകൾ ഭാഗത്ത്, അതായത് യോക്കിൻ്റെ ഭാഗത്തായിട്ട് ലൈനിങ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ ഈ സെയിം അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. കത്രിക ഇന്നലെ നൈസായിട്ടൊന്ന് താഴെ വീണുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിക്കൊണ്ട് വരുന്നതാണ് തോന്നുന്നത്. ഇത് നമ്മൾ എൻ്റെ കത്രിക കണ്ടാലറിയാം, നോർമലി കട്ട് ചെയ്യണ ക്ലോത്ത് കട്ട് ചെയ്യണ കത്രിക അല്ല ഇത് കറക്റ്റ് ഫിഷ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ വാങ്ങിയതായിരുന്നു. ആ സമയത്താണ് എൻ്റെ കത്രിക നാശമായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പുതിയത് വാങ്ങാതെ ആ ഫിഷ് കട്ടിങ്ങിന് കൊടുക്കാതെ ആ കത്രിക അടിച്ചു മാറ്റിയതാണ്. അപ്പം ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സ്കേർട്ടിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇതൊരു 42 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് ആയിരുന്നു. സ്കേർട്ടിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ 38 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ബോർഡർ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ പോർഷനും 38 ആയിട്ടാണ്. ഫ്രണ്ടിൽ 38, ബാക്കിൽ 38, അത്രയും രീതിയിലാണ് നമ്മൾ ഈ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് പ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ യോക്കിനായിട്ട് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ലൈനിങ് ഉണ്ടാകുമ്പോൾ കുറച്ചൊരു ബലത്തിൽ നിൽക്കാനും കംഫർട്ടായിട്ട് ഇരിക്കും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്തായിട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 4.5 ഇഞ്ച്, 4.5 ഇഞ്ച് നമ്മൾ നെക്ക് ലെങ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ആയിട്ടും കൂടി എടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതൊരു ഫേസിങ് പേപ്പർ നമുക്ക് ഒരു ക്ലോത്തിലേക്കായിട്ട് നമുക്കതൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമ്മൾ ഫേസിങ് പേപ്പർ ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് മറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2.5 ഇഞ്ച് നമ്മൾ വിഡ്ത്തായിട്ട് എടുത്തു. അതുപോലെ തന്നെ 2.5 ഇഞ്ച് നമ്മൾ നെക്ക് ലെങ്ത് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. മെയിനായിട്ട് ക്ലോത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ നല്ല വശം പൊട്ടവശം കണ്ടുപിടിക്കാനായിട്ട്, അകവും പുറവും കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പം ഇനി രണ്ടും ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോർമലി നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഫിനിഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ത്രെഡ് ലൂസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കേർട്ടിൻ്റെ പോർഷനിൽ. അത് നമ്മൾ അതുപോലെ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ട് ഫുൾ സ്ലീവ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ല. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനിൽ
ത്രെഡ് നമ്മൾ ലൂസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് വലിച്ചിട്ട് സ്കേർട്ടൊന്ന് പ്ലീറ്റ് ചെയ്തെടുക്കാം. രണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള സ്കേർട്ടിൻ്റെ പോർഷൻ നമ്മളിതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. എന്നാൽ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എല്ലാം ഒരുപോലെ ഇടുമ്പോൾ രസമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് വെറൈറ്റി ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു ഡിസൈനാണ്. അപ്പം ഇപ്പം നമ്മൾ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഡോറി കൊടുക്കുന്നുണ്ട്. ഡോറി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് അത് മറിഞ്ഞ് വരാൻ. അതായത് നമ്മൾ മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അതിനുള്ളൊരു എളുപ്പ വഴിയാണ് കേട്ടോ. നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഡോറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എത്ര തിന്നായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലും ആ ഡോറി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട ഒരു നോർമൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വള്ളി അതായത് ഡോറി ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഡോറി ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബോർഡറിൻ്റെ 2 പീസുകൾ നമ്മൾ കട്ട് ചെയ്തതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ ടു അതിൻ്റെ യോക്കിൻ്റെ എൻഡ് വരെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക, പിൻ കുത്തി കൊടുക്കുക. അത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിൽക്കും. നമുക്കിനിപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് തെന്നിപ്പോകുന്ന പോലെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ 2 ഡോറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നല്ല ലെങ്ത്തിലും ഒന്ന് കുറച്ച് ലെങ്ത്തിലും. അപ്പം നമ്മളതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 8 പീസാക്കി എടുക്കുന്നുണ്ട്. 2 സൈഡിലുമായിട്ട് വെക്കാനായിട്ട് ഒരു സൈഡ് 4 ഒരു സൈഡ് 4 അങ്ങനെ വെക്കാൻ വേണ്ടി നമുക്ക് ഡോറി ഇട്ട് കൊടുക്കാനായിട്ടുള്ള ലൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമുക്ക് ആ ബാൻഡ് ആ ഒരു സ്ട്രാപ്പ് എന്ന് പറയാം അതിന് നമുക്ക് അവിടെ വെച്ചിട്ട് ഷോൾഡർ ടു യോക്കിൻ്റെ എൻഡ് വരെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് 2 സൈഡിലും ഒരുപോലെ വരണം. അതിനായിട്ട് നമ്മൾ ആദ്യം സെൻറ്റർ മാർക്കിട്ട് കൊടുത്തിട്ട് പിൻകുത്തി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആ വശം അതായത് നമ്മുടെ ലൂപ്പ് വെക്കുന്ന വശമല്ല മറ്റേ വശം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത സൈഡിലും നമ്മൾ ഷോൾഡർ ടു യോക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ലപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് തെന്നിപ്പോകുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ടുള്ള പീസൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് ആ ലൂപ്പ് വെക്കേണ്ട അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 1 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ഞാൻ ഇതിൽ ലൂപ്പ് വെച്ച് കൊടുക്കുന്നത്. ഒരു 4 ലൂപ്പാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡിലും നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ടു യോക്കിൻ്റെ എൻഡ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ലൂപ്പ് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മൾ യോക്കിൻ്റെ പോർഷൻ ഫിനിഷ് ചെയ്തു. അതിന് ശേഷം നമ്മൾ യോക്കും സ്കേർട്ടും കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ടും ബാക്കും നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം 2 ഷോൾഡേഴ്സും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഒരു വെറൈറ്റി ആയിട്ട് എന്നും നമ്മൾ സെയിം മോഡൽ തന്നെ ഇടാതെ ഒരു വെറൈറ്റി ആയിട്ട് കോളേജിലോ ഓഫീസിലോ എവിടെ വേണമെങ്കിലും പോകുമ്പം ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് അറിയാത്തവർക്കാണ് പിന്നെ ഈ സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്, പെപ്ലം ടോപ്പാണ്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറി ഒന്ന് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, നമ്മൾ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ സെയിലുണ്ട്, ചിലർ കമൻറ്റിൽ കണ്ടു സെയിലുണ്ടോയെന്ന്. സെയിലുണ്ട്. കസ്റ്റമൈസേഷനാണ്, അല്ലാതെ നമ്മളടുത്ത് റെഡി ടു ഡിസ്പാച്ച് അല്ല. നമ്മൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തിട്ട് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.